Hi all, this is Naina from Edison. Welcome to today's QA session. അപ്പോൾ ഇന്നത്തെ QA സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേഷ്മ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രേഷ്മ HCPC രജിസ്ട്രേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ HCPC രജിസ്ട്രേഷനിലെ കോഴ്സ് ഇൻഫർമേഷൻ ഫോം അഥവാ CIF എന്താണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് CIF എന്ന് പറഞ്ഞ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതാണ് രേഷ്മയുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ രേഷ്മയ്ക്കുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. HCPC രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാൾ ബേസിക് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഫോമാണ് കോഴ്സ് ഇൻഫർമേഷൻ ഫോം അഥവാ CIF. നിങ്ങൾ ഏത് പ്രൈമറി ക്വാളിഫിക്കേഷൻ ആണോ HCPC രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വാളിഫിക്കേഷന്റെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ കണ്ടന്റും അതിന്റെ ലേണിംഗ് ഔട്ട്കംസും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് കോഴ്സ് ഇൻഫർമേഷൻ ഫോമിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ബേസിക് ആയിട്ടും നിങ്ങൾ ഈ കോഴ്സ് ഇൻഫർമേഷൻ ഫോമിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രൈമറി ക്വാളിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഓവറോൾ ലഭിച്ച ലേണിംഗ് ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് കോഴ്സ് സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്ട്സിലും നിങ്ങൾ എന്തൊക്കെ ലേണിംഗ് ഔട്ട്കം ആണ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽ ആണ് രണ്ടാമത്തത്. തേർഡ് വൺ എന്ന് പറയുന്നത് കോഴ്സ് കണ്ടന്റ് ആണ്. നിങ്ങൾ ആ കോഴ്സിൽ എന്തൊക്കെ കണ്ടന്റ് പഠിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് തേർഡ് വൺ. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നിങ്ങൾ ഓരോ സബ്ജക്ട്സിനും എത്ര അവേഴ്സ് ആണ് തിയറി പ്രാക്ടിക്കലും ഓരോന്നും എത്ര അവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അസസ്മെന്റ് മെത്തേഡ് ആണ്. അതായത് നിങ്ങളുടെ ഓരോ സബ്ജക്ട്സും ഏത് മെത്തേഡിലാണ് അസസ് ചെയ്തിട്ടുള്ളത്, ഈ റിട്ടേൺ എക്സാം ആണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണോ ഓറൽ എക്സാമിനേഷൻ ആണോ, ആ അസസ്മെന്റ് ടൈപ്പ് ആണ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്. ഈ 5 ബേസിക് കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കോഴ്സ് ഇൻഫർമേഷൻ ഫോം അഥവാ CIF നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സീലും സ്റ്റാമ്പും പതിപ്പിക്കണം. പിന്നെ നിങ്ങളുടെ കോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആരാണോ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും പ്ലസ് സിഗ്നേച്ചറും വേണ്ടിവരും. കോഴ്സ് ഇൻഫർമേഷൻ ഫോമിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കോഴ്സ് ഇൻഫർമേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും HCPC അതോറിറ്റി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസ് വെച്ച് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ കോഴ്സിനകത്ത് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം കവർ ആകുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നത് കോഴ്സ് ഇൻഫർമേഷൻ ഫോം വെച്ചിട്ടായിരിക്കും. സോ കോഴ്സ് ഇൻഫർമേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇപ്പൊ തിയററ്റിക്കലായാലും പ്രാക്ടിക്കലായാലും എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രേഷ്മയുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു ആൻഡ് ബൈ.